കർബല മുത്ത് ഹുസൈനോരുടെ വേദനിക്കും ഓർമ്മയിൽ മുത്ത് റസൂലോരുടെ പൗത്രന്റെ ചിന്തയിൽ കഥകൾ പറയുന്നു പതി കർബല കണ്ണീരൊഴുക്കുന്നിതാ കർബല മുത്ത് ഹുസൈനോരുടെ വേദനിക്കും ഓർമ്മയിൽ മുത്ത് റസൂലോരുടെ പൗത്രന്റെ ചിന്തയിൽ ഇമ്പമേറുന്ന പൂമകനല്ലേ ഫാത്തിമാബിയേരെ മുത്തമേകിയ പൂങ്കരളല്ലേ തേങ്ങുന്നിതാ കരയുന്നിതാ മുത്ത് ഹുസൈനോരുടെ വേദനിക്കും ഓർമ്മയിൽ മുത്ത് റസൂലോരുടെ പൗത്രന്റെ ചിന്തയിൽ കഥകൾ പറയുന്നു പതി കർബല കണ്ണീരൊഴുക്കുന്നിതാ കർബല മുത്ത് ഹുസൈനോരുടെ വേദനിക്കും ഓർമ്മയിൽ മുത്ത് റസൂലോരുടെ പൗത്രന്റെ ചിന്തയിൽ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാവ് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും നീചനായ യസീദ് കർബലയിൽ വെച്ച് കാട്ടിക്കൂട്ടിയ പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ചരിത്രത്തിലില്ലാത്ത ദുരിതങ്ങളാണ് കർബലയിൽ വെച്ച് മുസ്തുനബിയുടെ പേരക്കുട്ടികൾ വരവേറ്റത്. അതെ, ആ കണ്ണീരിൽ കുതിർന്ന കഥ ഇതാ ഒരൽപ്പം. വേദന സഹിക്കാതെ കർബല കരഞ്ഞില്ലേ ആലങ്ങളാകെ കണ്ണുനീർ വീഴ്ത്തിയോ കാലം മറന്നാലും കൽബുകൾ മറക്കില്ല കാലം മറന്നാലും കൽബുകൾ മറക്കില്ല ത്വഹ റസൂലിന്റെ ഓമന പൗത്രനെ ത്വഹ റസൂലിൻ സഹിക്കാതെ കർബല കരഞ്ഞില്ലേ ആലങ്ങളാകെ കണ്ണുനീർ വീഴ്ത്തിയോ. ഇനി സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം. കാലം കാറ്റ് വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ഇപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിന്റെ ഭരണാധിപൻ. നല്ല ഭരണം, പ്രജകളോട് നല്ല സഹകരണം, അഹ്ലു ബൈത്തിനെ അതിരറ്റ് സ്നേഹിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും സന്തോഷപുളകിതരായി. കാലം പിന്നെയും മുന്നോട്ട് പാഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. ഈ സമയം മകൻ യസീദിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, കരളെ പൊരുളെ പിരിശപ്പൂമലരേ നീ എന്റെ കൽവിൻ പൊലിവല്ലേ മുന്നോട്ടുള്ള സൽഭരണത്താലേ നാടിന്റെ ഭാവി നിനക്കല്ലേ കരളെ പൊരുളെ പിരിശപ്പൂമലരേ നീ എന്റെ കൽവിൻ പൊലിവല്ലേ മുന്നോട്ടുള്ള സൽഭരണത്താലേ നാടിന്റെ ഭാവി നിനക്കല്ലേ.
ബൈത്ത് ഹുസൈനോരെ കുടുംബത്തെയും നിന്റെ കരുണ തൻ കാരം കൊണ്ട് തഴുകുകില്ലേ. ഓഹോ ആരുമാരും നിന്നോട് ഏത് നാളും വെറുക്കാതെ ആരിലും സ്നേഹം നൽകി ഭരിക്കുകില്ലേ. അഹ്ലു ബൈത്ത് ഹുസൈനോരെ കുടുംബത്തെയും നിന്റെ കരുണ തൻ കാരം കൊണ്ട് തഴുകുകില്ലേ. കരളെ പൊരുളെ പിരിശപ്പൂമലരേ നീ എന്റെ കൽവിൻ പൊലിവല്ലേ. മുന്നോട്ടുള്ള സൽഭരണത്താലേ നാടിന്റെ ഭാവി നിനക്കല്ലേ. മകനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെടും. ഇനി ഭരണം നിന്റെ കയ്യിലാണ്. നീ പ്രജകളെ സ്നേഹിക്കണം, അഹ്ലു ബൈത്തിനെ ആദരിക്കണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സന്തോഷിപ്പിക്കണം. ശരി, എല്ലാം മോളിൽ കേട്ടു. പക്ഷേ യസീദ് അഹങ്കാരിയാണ്. അവരുണ്ടോ പിതാവിന്റെ വാക്ക് മാനിക്കുക? അശഫത്തിലൂറും പിരിശത്തിലേ ഏകമേറ്റം കളിമുത്ത് ചാറ്റി മകൻ കെട്ടുമൂടി ഹിയാനത്തിലേ. കഷ്ടകാലം വന്നുപെട്ട കോലം അറിഞ്ഞിട്ടില്ല അന്നബുപോരിലേ. പട്ടുമാറി ഭരണത്തിലേറി പ്രജകൾക്ക് നേറി അകതാരിലേ. കൊലവിളിയും എന്നും പെണ്ണും പിടിവലിയും നാട്ടിൽ ഇല്ല സ്വൈര്യമതേ. യസീദിനെല്ലാരും ചെറുതേ, ആരും ഒന്നും പറയരുതേ, ഒരാളും ഒന്നും മിണ്ടരുതേ. കള്ളും കൊലവിളിയും എന്നും പെണ്ണും പിടിവലിയും നാട്ടിൽ ഇല്ല സ്വൈര്യമതേ. യസീദിനെല്ലാരും ചെറുതേ, ആരും ഒന്നും പറയരുതേ, ഒരാളും ഒന്നും മിണ്ടരുതേ. രോഷത്തിൽ പല വേഷത്തിൽ വന്നാശത്തിൽ അതിമോശത്തിൽ ദുർഭരണത്തിൽ ജനനാളത്തിടയും. രോഷത്തിൽ പല വേഷത്തിൽ വന്നാശത്തിൽ അതിമോശത്തിൽ ദുർഭരണത്തിൽ ജനനാളത്തിടയും. കടിപിടിക്കൊടും കടുവകൾ വട്ടിൽ ദൂഷിത്ത സേനകൾ പേരുത്തെ രംഗത്ത്. കടിപിടിക്കൊടും കടുവകൾ വട്ടിൽ ദൂഷിത്ത സേനകൾ പേരുത്തെ രംഗത്ത്. കനി ഹുസൈനോർക്കും മകളും കുടുംബമെല്ലാവർക്കും ഇവരാൽ ദുരിതമേറിടലാ. വസിയത്ത് തേനെ അശഫത്തിലൂറും പിരിശത്തിലേ ഏറ്റനേറ്റം കളിമത്ത് ചാറ്റി മകൾ കേട്ട് മൂളി ഹിയാനത്തിലേ. കഷ്ടകാലം വന്നുപെട്ട കോലം അറിഞ്ഞിട്ടില്ല അന്നബുപോരിലേ. മട്ടുമാറി ഭരണത്തിലേറി പ്രജകൾക്ക് നീറി അകതാരിലേ. ഇപ്പോൾ ഭരണം യസീദിന്റെ കയ്യിലാണ്. പിതാവിന്റെ വാക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് യസീദ് അഹങ്കാരത്തോടെ ഭരിക്കുകയാണ്. ജനങ്ങൾ പൊറുതിമുട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്ഷയില്ലാതെ മദീനയിലേക്ക് പലായനം ചെയ്തു. മക്കയിലും മദീനയിലുമായി കഴിച്ചുകൂട്ടി. വർഷങ്ങൾ മുന്നോട്ട് പറന്നു. യസീദിന്റെ കിരാത ഭരണത്തിൽ രാജ്യത്ത് അക്രമവും അനാചാരവും പെരുകി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? രാജ്യത്ത് സുഖം കിട്ടാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചെങ്കിലും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യാം. അത് യസീദ് അറിയാതെ കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് എഴുതി. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കത്ത് കാര്യമായി എടുത്തില്ല. കൂഫക്കാർ വിട്ടില്ല. അവർ തുടരെ കത്തുകൾ അയച്ചു. ഒന്നല്ല, 100 അല്ല, 1000-ൽ പരം കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൈപ്പറ്റി. ഒന്നിനും മറുപടി കൊടുത്തില്ല. ഭരണ കസേലയിരിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. കൂഫക്കാർ നിരാശരായി. അവർ അവസാനമായി ഒരു കത്തും കൂടി എഴുതിയതാ കൊടുത്തയക്കുന്നു. എന്താണ് കത്തിൽ? സ്നേഹമുള്ള സുൽത്താനായി ഒന്ന് വരുവാൻ ആശ വെച്ച് എത്ര വിളിച്ചിട്ടും ജവാബ് തന്നില്ല. പൂവിനെ ഞങ്ങളുടെ കൽബ് കണ്ടില്ല. പൂവിനെ ഞങ്ങളുടെ കൽബ് കണ്ടില്ല.
കണ്ടില്ല. സ്നേഹമുള്ള സുൽത്താനായി ഒന്ന് വരുവാൻ ആശ വെച്ചു. എത്ര വിളിച്ചിട്ടും ജവാബ് തന്നില്ല. പൂവിന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. പൂവിന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. മെയ്യിടാതെ ഞങ്ങൾക്കരികിൽ ഒന്ന് വന്നിടുമോ കരളെ? ഞങ്ങളുടെ നെഞ്ചിൻ നൊമ്പരം തീർത്ത് തന്നിടുമോ കരളെ? തീർത്ത് തന്നിടുമോ? പുണ്യമേറും മദീനത്ത് നിങ്ങളവിടെ താമസിച്ച് മെയ്യിടാതെ ഞങ്ങൾക്കരികിൽ ഒന്ന് വന്നിടുമോ കരളെ? ഞങ്ങളുടെ നെഞ്ചിൻ നൊമ്പരം തീർത്ത് തന്നിടുമോ കരളെ? തീർത്ത് തന്നിടുമോ? സ്നേഹമുള്ള സുൽത്താനായി ഒന്ന് വരുവാൻ ആശ വെച്ച് എത്ര വിളിച്ചിട്ടും ജവാബ് തന്നില്ല. പൂവിന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. പൂവിന് ഞങ്ങളുടെ കൽബ് കണ്ടില്ല. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൂഫക്കാർ എഴുതുന്നു, 1000-ൽ പരം കത്തുകൾ ഞങ്ങൾ അയച്ചു, ഒന്നിനും മറുപടി തന്നില്ല. ഈ കത്തിനും മറുപടി തന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ താങ്കൾക്കെതിരെ അല്ലാഹുവിനോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കും. യസീദിന്റെ ദുർഭരണത്തിന് താങ്കൾ കൂട്ടുനിന്നു എന്ന് ഇത് വായിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് വിയർത്തു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, കൂഫയിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഇതറിഞ്ഞ മക്കക്കാരും മദീനക്കാരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിലക്കി. അങ്ങ് പോകരുത്, കൂഫക്കാർ വഞ്ചകരാണ്, അവർ ചതിക്കും. ഇല്ല, അവർ 1000-ൽ പരം കത്തുകൾ അയച്ചു, എല്ലാത്തിനും അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങ് പോകരുത്, അവർ വാക്കുമാറും. ഇല്ല, ഞാൻ പോകാൻ പറ്റില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും സഹോദരന്മാരും കുടുംബങ്ങളും സുഹൃത്തുക്കളും അടക്കം 212 പേരതാ യാത്രക്കൊരുങ്ങുന്നു. അവരെല്ലാവരും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഅബ ശരീഫിൽ ചെന്നതാ പ്രാർത്ഥിക്കുന്നു. റളിയല്ലാഹു അൻഹുവും കുടുംബവും ഇപ്പോൾ കൂഫയിലേക്കുള്ള യാത്രയിലാണ്. സുദീർഘമായ യാത്ര. എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു. തീച്ചട്ടി പോലെ പൊള്ളുന്ന ചൂട്. സ്ത്രീകളും കുട്ടികളും വാടി തളർന്നിരിക്കുന്നു. സാരമില്ല, കൂഫയിൽ എത്താനായില്ലേ, അവിടെ എത്തിയാൽ ക്ഷീണം മാറ്റാം, സുഖമായി വിശ്രമിക്കാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാവരെയും ആശ്വസിപ്പിച്ചു. പക്ഷേ കൂഫയിലെ അവസ്ഥയെല്ലാം തകിടം മറിഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും വരുന്ന വിവരം ഭരണാധികാരി യസീദ് എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. യസീദ് കലി കൊണ്ട് നിൽക്കുകയാണ്. ഹുസൈൻ ആരെങ്കിലും അനുകൂലിച്ചാൽ അവന്റെ തലയെടുക്കാനാണ് പട്ടാളത്തിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. ഇതോടെ ഭീരുക്കളായ കൂഫ നിവാസികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുന്നത്. ആ യാത്ര സംഘം ഏകദേശം കൂഫയുടെ അടുത്തെത്തിയപ്പോൾ അതാ കൂഫയുടെ ഭാഗത്ത് നിന്ന് ഓടി വരുന്ന ഒരാൾ. ആരാണത്? കണ്ടെന്നൊരാൾ നടക്കൊണ്ടണയുന്ന ജബുണ്ടവരുമണവായി പരുതാലെ വന്തിടലായി കുറുതാനതും വിളിയായി ഹുസൈനർ വേഗമി വീടന്ന് പോകണമില്ലെങ്കിൽ നാശമുകളിലായി. കണ്ടെന്നൊരാൾ നടക്കൊണ്ടണയുന്ന ജബുണ്ടവരുമണവായി പരുതാലെ വന്തിടലായി കുറുതാനതും വിളിയായി ഹുസൈനർ വേഗമി വീടന്ന് പോകണമില്ലെങ്കിൽ നാശമുകളിലായി.
ഓർമ്മകളിലാ. അയാൾ പറഞ്ഞു, ഹുസൈൻ തങ്ങളെ, നിങ്ങളും കുടുംബവും തിരിച്ചു പോകണം. കൂഫയിലേക്ക് കടക്കരുത്. കടന്നാൽ താങ്കളോട് തലവെട്ടാനാണ് രാജകൽപ്പന. അതാ അങ്ങകലെ താങ്കളെ പ്രതീക്ഷിച്ചൊരു വമ്പിച്ച് സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈന്യാധിപൻ ഉമർ സാദാണ്. ശരി, വിവരം പറഞ്ഞതിൽ താങ്കളോട് നന്ദിയുണ്ട്. താങ്കൾക്ക് പോകാം. കുർദ് തിരിച്ചുപോയി. കാര്യങ്ങളെല്ലാം ഗുരുതരമാണ് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പായി. കൂഫക്കാർ ചതിച്ചിരിക്കുന്നു. ഇനി വരുന്നത് വരും. കലങ്ങി മറിഞ്ഞ ചിന്തയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ പ്രവേശിച്ചു. കർബല എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല. കൽവിൻ ബർദേ ആശികി ഫർഹേ സയ്യിദി കൽവിൻ ബർദേ ആശികി കരന്നിതാ കർബല 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 മുസ്തഫ ചുടമുത്തം നൽകിയ പൂവിതാ പൂക്കളെ സലായുന്നിതാ കർബല 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 ലോകമേതാ ലോകരേതാ ലോകമേതാ ലോകരേതാ ഓ കർബല 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 കർബല. ഹുസൈൻ റളിയല്ലാഹു അൻഹും സംഘവും കർബലയിലെത്തി. അവർ അവിടെ ഇറങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കൈവശമുള്ള മണ്ണിന്റെ പൊതി കെട്ടഴിച്ചു നോക്കി. ആ മൺപൊതി തന്റെ പിതാമഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൊടുത്തതായിരുന്നു. ആ മണ്ണ് കൊടുക്കുമ്പോൾ പിതാമഹൻ ദുഃഖത്തോടെ പറഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഒരിക്കൽ ഈ മണ്ണിൽ നീ ചെന്നെത്തും. നിന്റെ അന്ത്യം അവിടെ വെച്ചായിരിക്കും. ഭാര്യ വിധവയാകും, കുഞ്ഞുങ്ങൾ അനാഥരാകും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള മണ്ണും കർബലയുടെ മണ്ണും പരിശോധിച്ചു. രണ്ടും ഒരേ മണ്ണ്. റബ്ബേ, ഞാനും എന്റെ കുടുംബവും എന്തെല്ലാം രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട സ്ഥലമാണിത്. നീറുന്ന ചിന്തയിൽ പരിസരമെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ ഉമർ സാദും പട്ടാളവും അവരെ വളഞ്ഞു. മുസ്തഫ ചുടുമുത്തം നൽകിയ പൂവിതാ പൊഴിയുന്ന മണ്ണിതാ. മുത്തേ മുസ്തഫ ചുടുമുത്തം നൽകിയ പൂവിതാ പൊഴിയുന്ന മണ്ണിതാ. പൂക്കളെ സലാം പൂക്കളെ സലാം പൂക്കളെ സലാം പൂക്കളെ സലാം. കരയുന്നിതാ കർബല 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 കർബല.
ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെത്തിയത്. ഒരു വലിയ പടക്കൂട്ടത്തെ കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അതിന്റെ സൈന്യാധിപൻ ഉമർ സാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ തലയെടുക്കാൻ യസീദ് പറഞ്ഞയച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളത്. താങ്കൾ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ കീഴടങ്ങിയ യസീദിന്റെ കീഴിൽ ജീവിക്കണം. ഇത് കേട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് രണ്ടിനും വന്നവരല്ല ഞാൻ. ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ മടങ്ങും. എന്താണത്? യസീദിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക, ജനങ്ങളെ സന്മാർഗത്തിലാക്കുക. ഓഹോ, അത് രണ്ടും നടക്കാൻ പോകുന്ന കാര്യമല്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തിരിച്ചു പോകലാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം മാറി. എടോ ഉമർ സാദേ, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? കോളിളക്കം സൃഷ്ടിച്ച ഖൈബർ യുദ്ധത്തിൽ കരുത്തനായ മുർഹബിനെ മലർത്തിയടിച്ച് ഈറ്റപ്പുലി അലി ഹൈദറിന്റെ മകനാണ് ഞാൻ. ആ രക്തമായി സിരകളിലൂടെ ഓടുന്നത്. ഭീഷണിക്ക് മുമ്പിൽ വടങ്ങുന്ന ഭീരുവല്ലേ ഈ ഹുസൈൻ? ആലോചിച്ച് സംസാരിക്കണം. ഇത് കേട്ടപ്പോൾ ഉമർ സാദിന്റെ വയറൊന്ന് കാടി. ഈ സമയത്താണ് യസീദിന്റെ ഗൗരവമുള്ള ഒരു കത്ത് ഉമർ സാദ് കൈപ്പറ്റുന്നത്. എന്തായിരുന്നു കത്തിൽ? ഭീഷണിയും കൊടുമേൽ കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കൊടുക്കും ദോഷമതും ഈ സ്ഥലത്ത് പൊളിച്ച് നിർത്തിടല. എന്തോടോ കുമക്കുന്തം പോതിലും തുലച്ചു കൊണ്ടിതിനോ അയച്ചത് ഉടനെ ഉടൽ മുറിച്ചെടുത്ത് ശിരസും അടുത്തിടു ഹൃദയ. ഭീഷണിയും കൊടുമയിൽ കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കൊഴുക്കും ദോഷമതും ഈ സ്ഥലത്തിൽ പൊളിച്ച് നടത്തിടല. എടോ ഉമർ സാദേ, ഹുസൈനുമായി കിന്നാരം പറഞ്ഞു നിൽക്കാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവന്റെ തലയെടുക്കാനാണ്. ആ കൃത്യം നിർവഹിച്ചാൽ റോം സാമ്രാജ്യത്തിന്റെ അധിപനാക്കി നിനക്ക് സ്ഥാനക്കയറ്റം നൽകും. ഇല്ലെങ്കിൽ നിന്റെ തലയെടുക്കാനാകും അടുത്ത കൽപ്പന. മറ്റൊന്ന് പറയാനുള്ളത്, ഹുസൈനും സംഘത്തിനും യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. കത്ത് കിട്ടിയപ്പോൾ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഉമർ സാദും സൈന്യവുമത അവരുടെ താവളത്തിലേക്ക് തിരിച്ചു പോകുന്നു. മണിക്കൂറുകൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളമെടുക്കാതിരിക്കാൻ നദീകരയിൽ ഉമർ സാദ് ഒരു വലിയ സൈന്യത്തെ വിന്യസിച്ചു. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. പ്രിയരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ദുരിതം തുടങ്ങുകയാണ്. പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇളയ മകൻ അലി അസ്കർ എന്ന 1.5 വയസ്സുള്ള കുട്ടി ദാഹിച്ച് കരയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിച്ചില്ല. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ പൈതലിന് ഒരൽപ്പം വെള്ളം കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. എങ്ങനെ കിട്ടാനാണ്? നദീക്കരയിൽ സിംഹങ്ങളല്ലേ നിൽക്കുന്നത്. പോയി നോക്കട്ടെ. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ വയ്യ. അനസ് റളിയല്ലാഹു അൻഹു 50ഓളം പടയാളികളും അതാ യൂഫ്രട്ടീസിന്റെ കരയിലേക്ക് കുതിക്കുന്നു. കർബലയിൽ യുദ്ധകാഹളം മുഴങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. യൂഫ്രട്ടീസ് നദീതീരത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അതെ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം. എത്ര നേരമാണ് പിടിച്ചു നിൽക്കുക? അവരെല്ലാവരും തളർന്നു. ശാസ്ത്രുക്കൾ ഇരച്ചു കയറി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിലെ 50 പേരും ഷഹീദായി. ശത്രുപക്ഷം ഉയരിണ്, ആർപ്പുവിളികൾ കൂടിണ്. മുത്തൊളി ഹുസൈനോരുടെ കൽബ് നീറിപ്പുകയിണ്. ശത്രുപക്ഷം ഉയരിണ്, ആർപ്പുവിളികൾ കൂടിണ്. മുത്തൊളി ഹുസൈനോരുടെ കൽബ് നീറിപ്പുകയിണ്. ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയരെ, 2-3 ദിവസമായി ഹുസൈൻ റളിയല്ലാഹു അൻഹും കുടുംബവും ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ട നനക്കാൻ ഒരു തുള്ളി പച്ചവെള്ളം പോലും കിട്ടാനില്ല. സ്ത്രീകളും കുട്ടികളും വാടി തളർന്നു കിടക്കുകയാണ്. ഇത് കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവർ ഭാര്യ ഷഹർബാനുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ബീവി, കർബലയിൽ കിടന്ന് പിടഞ്ഞു മരിക്കാനാണ് എന്റെ വിധി. പക്ഷേ നിന്നെയും എന്റെ പൈതങ്ങളെയും സഹോദരിമാരെയും സുഹൃത്തുക്കളെയും എന്തിനു വെറുതെ കഷ്ടപ്പെടുത്തണം? നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം. ഇത് കേട്ട ഭാര്യ ഷഹർബാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഭാര്യയും മക്കളും സഹോദരിമാരും സുഹൃത്തുക്കളും നാട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ശ്രമത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ ഒരു സമാധാനമില്ല. അലി അസ്രി എന്ന 1.5 വയസ്സായ പൈതലിന്റെ കാര്യമാണ് വലിയ സങ്കടം. അത് ദാഹിച്ച് കരയുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇളയ മകനാണ്. ആ പൈതൽ ഉമ്മാന്റെ മുന്നിൽ തപ്പി കുടിച്ചു നോക്കുന്നു. ഒന്നും കിട്ടാതെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ദയനീയമായി കരയുന്നു. ഇത് കണ്ട ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോയി അല്പം വെള്ളം കൊടുക്കുവാൻ പറയൂ. കുഞ്ഞുങ്ങളോട് ആരും ക്രൂരത കാണിക്കില്ല. നിങ്ങൾ കുടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ കുട്ടിയെ അവരുടെ കയ്യിൽ കൊടുക്കൂ. അവർ വെള്ളം കൊടുക്കട്ടെ. ശരി ബീവി, ഞാൻ പോയി നോക്കാം. വെള്ളം കൊടുത്താൽ നമ്മുടെ ഭാഗ്യം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ എടുത്ത് പ്രതീക്ഷയിൽ നദീതീരത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ദയവ് ചെയ്തൊരൽപ്പം വെള്ളം ഈ കുഞ്ഞിന് കൊടുക്കണം. കണ്ടില്ലേ, ഇത് പിടയുന്നു. ഞാൻ കുടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം. എന്നാൽ മാറി നിൽക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെ മണലിൽ കിടത്തി മാറി നിന്നു. അവർ വെള്ളം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വെള്ളത്തിന് വേണ്ടി പിടയുന്ന ആ കൊച്ചു പൈതലിന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഉമർ സാദിന്റെ മൂർച്ചയിൽ അമ്പാണ് തുറഞ്ഞു കയറിയത്. എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാടി വീണപ്പോഴേക്കും ആ പിഞ്ചു പൈതൽ ഒരു നേരിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഉപ്പയോട് എന്നേക്കുമായി വിട പറഞ്ഞിരുന്നു. എന്റെ പൊന്നു പൈതലേ, നീ ഉപ്പാനെ വേർപിരിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ചോരയൊലിക്കുന്ന കുഞ്ഞിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മാറത്തണച്ച് കൂട്ടി വിതുമ്പുന്നരേക്കും വർണ്ണിക്കാൻ കഴിയുന്നില്ല.
പൊട്ടിത്തെറിക്കുന്നു കർബല. റസൂലിന്റെ മക്കളെ ആരാരും വാഴ്ത്തിടുന്ന സ്നേഹറോസ പൂക്കളെ, കണ്ണീരും കയ്യുമായി കർബല കളത്തിലെ ഹൈറായ പൂമക്കളിത പൂക്കളത്തിലെ. ഈ രംഗം കണ്ട് കണ്ണുനീരിലായ ലോകമേ, ഓ ലോകമേ. ഈ രംഗം കണ്ട് കണ്ണുനീരിലായ ലോകമേ, ഓ ലോകമേ. അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ മക്കളെ ആരാരും വാഴ്ത്തിടുന്ന സ്നേഹറോസ പൂക്കളെ, കണ്ണീരും കയ്യുമായി കർബല കളത്തിലെ ഹൈറായ പൂമക്കളിത പൂക്കളത്തിലെ. ഈ രംഗം കണ്ട് കണ്ണുനീരിലായ ലോകമേ, ഓ ലോകമേ. ഈ രംഗം കണ്ട് കണ്ണുനീരിലായ ലോകമേ, ഓ ലോകമേ. എന്റെ പൊന്നുമോന്റെ ദാഹമെല്ലാം മാറി വിടർന്ന കണ്ണുകളോട് ഇപ്പോൾ അവനെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മ ഷഹർബാൻ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചേതനയേറ്റ് കുഞ്ഞിനെ തോളിലിട്ട് ഓടി വരുന്നു. എന്റെ ഭർത്താവ് കരയുന്നുണ്ടല്ലോ. എന്തു പറ്റി എന്റെ പൈതലിന്? ആ കൂടാരത്തിൽ കൂട്ട നിലവിളി ഉയർന്നു. ഷഹർബാനുബോധം കിട്ട് വീഴുന്നു നിലത്ത്, ഷഹർബാനുബോധം കെട്ട് വീഴുന്നു നിലത്ത്. ഹുസൈനോര് സങ്കടത്തിലായല്ലോ, കനിമോനും അവരെ വിട്ടു പോയല്ലോ. ഷഹർബാനുബോധം കെട്ട് വീഴുന്നു നിലത്ത്. ഹുസൈനോര് സങ്കടത്തിലായല്ലോ, കനിമോനും അവരെ വിട്ടു പോയല്ലോ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അലി അസ്രി എന്ന ആ കൊച്ചു പൈതലിന്റെ ജനാസയത കബറിലേക്ക് ഇറക്കുന്നു. മണിക്കൂറുകൾ പിന്നിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബത്തിന്റെയും ദയനീയ രംഗങ്ങൾ കണ്ട് പറവകൾ പോലും കണ്ണീരിൽ കുളിച്ചു പറന്നകുന്നു. ഉമർ സാദിന് അപ്പോഴും ഇളക്കമില്ല. അവന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കുന്നു. റോം സാമ്രാജ്യത്തിന്റെ അധിപനാകുന്നു. ഈ മോഹം വെച്ച് അവനും സേനയും വീണ്ടും യുദ്ധത്തിലാണ്. ഈ സമയം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൻ അലി അക്ബർ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ അവരോട് നേരിടാം. ഇത് കേട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. മോനെ, പിതാമഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മുഖച്ഛായയാണ് നിനക്ക്. എന്റെ ഉപ്പൂപ്പയെ കാണുന്നതിന് പകരം നിന്നെ കണ്ടാൽ എന്റെ കൽബ് സന്തോഷമാകും. നീ പോയാൽ ഞാൻ ആരുടെ മുഖത്താണ് നോക്കുക? സാരമില്ല, നിനക്ക് ഞാൻ സമ്മതം തരാം. ഏറെ കഴിയാതെ ഉപ്പയും നിന്റെ കൂടെ വരുന്നുണ്ടല്ലോ. ഉപ്പയുടെ സമ്മതം കിട്ടിയപ്പോൾ അലി അക്ബർ ഉമ്മയെ സമീപിച്ചു. ആ പൊന്നുമ്മ അലി അസ്ഹർ പിരിഞ്ഞ വിഷമത്തിൽ അർദ്ധബോധാവസ്ഥയിൽ തളർന്നു കിടക്കുകയാണ്. പൊന്നുമ്മ, നിങ്ങൾ ഒന്ന് എഴുന്നേറ്റിരിക്കൂ. ഉമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടൊന്നിറങ്ങാനാണ്. പക്ഷേ ആ ആഗ്രഹം പൂവണിഞ്ഞില്ല. ഉമ്മാക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ. ദുഃഖമെല്ലാം റബ്ബിൽ തവക്കുലാക്കി ദുഃഖം കടിച്ചമർത്തി ഉപ്പയുടെ സമ്മതം വാങ്ങി അലി അക്ബർ ആ പടക്കളത്തിലേക്ക് പറക്കുന്നു. പൊന്നുപ്പാനുപദമേകം സമയത്ത് പൂമകൻ കുതിച്ചത പായുന്നേ. പരിശുദ്ധ ഇസ്ലാമിലെങ്കും മണിമുത്ത് പുലി പോലെ കുതിച്ച് മുന്നേറുന്നേ. പുലി പോലെ കുതിച്ച് മുന്നേറുന്നേ. പൊന്നുപ്പാനുപദമേകം സമയത്ത് പൂമകൻ കുതിച്ചത പായുന്നേ. പരിശുദ്ധ ഇസ്ലാമിലെങ്കും മണിമുത്ത് പുലി പോലെ കുതിച്ചു മുന്നേറുന്നേ. പുലി പോലെ കുതിച്ച് മുന്നേറുന്നേ. കടലിൽ
തിരകൾ പോലെ ചേരി വരുന്നു ശത്രുക്കൾ കലപില ബഹളം സൗത്തിൽ കേറി വരുന്നത് കരടിക്കൂട്ടങ്ങൾ കടലിൽ മറിയും തിരകൾ പോലെ ചേരി വരുന്നു ശത്രുക്കൾ കലപില ബഹളം സൗത്തിൽ കേറി വരുന്നത് കരടിക്കൂട്ടങ്ങൾ പായുന്നു അടർക്കളം തന്നിലേ പരിശുദ്ധ വീറും സൗത്തിലൂരുവിട്ട് പടവറ്റി കൂതിക്കുന്നു ജോറിലേ. സുഹൃത്തുക്കളെ, അലി അക്ബർ ഇപ്പോൾ യുദ്ധമുഖത്താണ്. ആയിരക്കണക്കിന് ശത്രുക്കളെ നോക്കി ആ 18കാരൻ വിളിച്ചു പറഞ്ഞു, ഏ കപട വിശ്വാസികളെ, നബി കുടുംബത്തെ ദ്രോഹിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോപം തീർച്ചയാണ്. എന്നെ നിങ്ങൾ അറിയുമോ? ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരൂ. നിങ്ങൾ എത്ര പേരുണ്ടായാലും എനിക്ക് പുല്ലാണ്. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അലി അക്ബറിന്റെ ധൈര്യം ശത്രുക്കളിൽ അമ്പരപ്പുളവാക്കി. എങ്കിലും അലി അക്ബറിനെ നേരിടാൻ ശത്രുക്കൾ മുന്നിട്ടിറങ്ങി. അലി അക്ബർ അടർക്കളത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറി. മിന്നൽ വേഗതയിൽ മുന്നേറുന്ന യുവപടയാളിയുടെ വെട്ടേറ്റ് 100 കണക്കിന് ശിരസുകൾ നിലം പതിച്ചു വീണു. ഉമർ സാഹിബ് ഞെട്ടിത്തെറിച്ചു. ഒരു മനുഷ്യന് ഇത്രയും വലിയ ശക്തിയോ? എടോ, ആ യുവാവ് നമ്മൾ കരുതിയവനല്ല. 5 or 10 പേർ നേരിട്ടാൽ പോരാ, നിങ്ങൾ കൂട്ടത്തോടെ അവനെ വളയുക. ഉമർ സാദിന്റെ വാക്ക് കേട്ട് എല്ലാവരും ഒന്നിച്ച് അലി അക്ബറിനെ വളഞ്ഞു. ഈയാം പാറ്റുകൾ പോലെ പെരുകി വന്ന ആ ശത്രുക്കൾ അലി അക്ബർ കസക്കി എറിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം. ദാഹം അലി അക്ബറിനെ തളർത്തി. വയ്യ, ഇനി മുന്നേറാൻ വയ്യ. അവരുടെ മുഖം അവസാനമായി ഒന്ന് കാണിട്ട് നിറഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊന്നുമോന്റെ അരികിൽ ഓടിയെത്തി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആരുമ പൂവിയെ കൂട്ടിപ്പിടിച്ചു കിടന്ന് പൊട്ടിക്കരഞ്ഞു. കുഞ്ഞ്, അവസാനമായി ഒരു ഇറക്ക് വെള്ളം തരാൻ ഈ ഉപ്പാക്ക് കഴിഞ്ഞില്ലല്ലോ. ഉപ്പ കരയരുത്. പാനീയങ്ങളുടെ കപ്പുകൾ നീട്ടി എന്നെ ആരൊക്കെയോ അതാ മാടി വിളിക്കുന്നു. ഉമ്മാട് ക്ഷമിക്കുവാൻ പറയൂ. ഞാൻ പോകുന്നു സ്വർഗത്തിലേക്ക്. ആ കണ്ണുകൾ എന്നെ നേക്കുമായി അടഞ്ഞു. ഷഹർബാനു വീഴുന്നു നിലത്ത് പൊന്നമോനെ എന്ന് കാണും യാ അല്ലാ. ഇനി എന്റെ മോനെ എന്ന് കാണും യാ അല്ലാ. പൊന്നുമ്മ ഷഹർബാനു വീഴുന്നു നിലത്ത് പൊന്നമോനെ എന്ന് കാണും യാ അല്ലാ. ഇനി എന്റെ മോനെ എന്ന് കാണും യാ അല്ലാ. ശത്രുക്കളുടെ വെട്ടേറ്റ് വീണ് ഷഹീദായ പൊന്നുമോനെ വാരിയെടുത്ത് തോളിലിട്ട് കൊണ്ടതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടാരത്തിലേക്ക് പോകുന്നു. പൊന്നുമോന്റെ ചലനമറ്റ ശരീരം കണ്ടപ്പോൾ ഷഹർബാൻ വീണ്ടും ബോധം കെട്ട് താഴെ വീണു. കൂടാരത്തിൽ കൂട്ട നിലവിളി ഉയർന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ സൈനബ സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഹുസൈനെ, ഈ പുതുമണവാളനെ എന്റെ മടിയിലേക്കൊന്ന് കിടത്തിത്താ. ഇവന്റെ പരിശുദ്ധ രക്തം ഞാൻ എന്റെ ശരീരത്ത് വാരി പൂശട്ടെ. ദയനീയമായി രംഗങ്ങൾ കണ്ട് തരിച്ചു നിൽക്കുകയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരെ സമാശ്വസിപ്പിക്കുക? ഇനി ഞാനുമായി യുദ്ധമുഖത്തേക്ക് പോവുകയല്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹു പടച്ചട്ടയാണ്. ഇത് കണ്ടപ്പോൾ പനിച്ചു വിറച്ചു കിടക്കുന്ന സൈനുൽ ആബിദ് എന്ന കുട്ടി കിടക്കപ്പായിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞു, ഉപ്പയെ എതിർക്കുന്നവരെ ഈ മകൻ നേരിട്ട് കൊള്ളാം. പൊന്നുമോനെ, പൂപ്പ സമ്മാനിച്ച ശിരോവസ്ത്രം തലയിൽ കെട്ടി തന്റെ വാത്സല്യ പിതാവ് അലി റളിയല്ലാഹു അൻഹു സമ്മാനിച്ച ദുൽഫുഖാർ ബിസ്മി ചൊല്ലിയെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളാരും കരയരുത്. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കരുത്. നമുക്കെല്ലാവർക്കും നാളെ സ്വർഗ്ഗലോകത്ത് നമ്മുടെ പിതാമഹൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് കളിച്ചു ചിരിച്ച് രസിക്കാം, സുഖജീവിതം നയിക്കാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറി. കുതിരയതാ മെല്ലെ യുദ്ധക്കളത്തിലേക്ക് നീങ്ങുന്നു. സ്വല്പം അകലെ ചെന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് നിറങ്ങി. കൂടാരത്തിന്റെ ഭാഗത്തേക്ക് കുറെ നേരം നോക്കി നിന്നു. എന്താണ് ഒന്നും മനസ്സിലായില്ല. പിന്നെ 2 കണ്ണും തുടച്ചുകൊണ്ടതാ കുതിരപ്പുറത്ത് കയറി യുദ്ധക്കളത്തിലേക്കതാ പറക്കുന്നു.
നിന്നോരടുക്കുന്നു അടക്കളത്തിൽ അനവധിയാതുകളുണ്ട് അവരോട് അടരാടാനൊരുങ്ങുന്നു അതിക്ഷണത്തിൽ ബഹളത്തിൽ കുതിരകൾ അടിവിട്ട് കുതി കുതിച്ചുയരുന്നു പടക്കളത്തിൽ ഇവർ പൊങ്ങി വരും ദുഷ്ടൻ നമ്മ സഹിതവൻ കഷ്ടം പദത്തിൻ കയ്യെത്തിപ്പിക്കും ജയസരത്തിൽ പുതുകൊല്ലം ബഹളത്തിൽ കുതിരകൾ അടിവിട്ട് കുതി കുതിച്ചുയരുന്നു പടക്കളത്തിൽ ഇവർ പൊങ്ങി വരും ദുഷ്ടൻ നമ്മ സഹിതവൻ കഷ്ടം പദത്തിൻ കയ്യെത്തിപ്പിക്കും ജയസരത്തിൽ പലവിധ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടവൻ പരിഹാസം അത പോർവിളിയും കരഘോഷം അവർക്കെന്തൊരു സുദിനം അഹദായ തമ്പുരാനിലെല്ലാം സമർപ്പിച്ച് ഹുസൈനൊന്നോരടുക്കുന്നു അടക്കാലത്തിൽ അനവധിയാതുകളുണ്ട് അവരോട് അടരാടാനൊരുങ്ങുന്നു ആദിക്ഷണത്തിൽ. പ്രിയരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇപ്പോൾ പോർക്കളത്തിലാണ്. ഉമർ സാദിനെയും പടയാളികളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനും എന്റെ കുടുംബവും ഇങ്ങോട്ട് വലിഞ്ഞു വന്നതല്ല. 1000-ൽ പരം കത്തുകൾ നിങ്ങൾ അയച്ചു, പക്ഷെ ഞാൻ പുറപ്പെട്ടില്ല. അവസാനമായി നിങ്ങൾ ഒരു കത്തെഴുതി. ഇതാ ഈ നിൽക്കുന്ന ഉമർ സാദിന്റെ തലത്തൊട്ടപ്പനായ യസീദിന്റെ ദുർഭരണം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ ഹുസൈനെ നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കുമെന്ന് നിങ്ങൾ എഴുതിയില്ലേ? ആ ഒരൊറ്റ കത്താണ്. അതെ, നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടെന്ന് അറിയിച്ചതാണ് ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം. പക്ഷേ ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം വളരെ നന്നായി. എന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെ നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തി. എന്റെ പൊന്നുമോൻ അലി അസ്ഹറിനോട് പോലും നിങ്ങൾ കരുണ കാണിച്ചില്ല. ദാഹിച്ച് പൊരിഞ്ഞ് എന്റെ പൊന്നോമനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കേണപേക്ഷിച്ചു. നിങ്ങളുടെ മുമ്പിൽ കിടത്തിയപ്പോൾ മൂർച്ചയേറിയ അമ്പ് കൊണ്ടല്ലേ ആ പൈതലിന്റെ ദാഹം നിങ്ങൾ തീർത്തത്. നിങ്ങൾ തിന്നും കുടിച്ചും വയറു നിറച്ചും ആഹ്ലാദിക്കുന്നു. ഞാനും എന്റെ കുടുംബവും 3 ദിവസമായില്ലേ പച്ചവെള്ളം പോലും കണി കണ്ടിട്ട്. പക്ഷികൾ പോലും യഥേഷ്ടം കുടിച്ചു പോകുന്ന യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ആരംഭ റസൂലിന്റെ പേരക്കുട്ടികൾക്ക് നിങ്ങൾ തടഞ്ഞു വെച്ചു. സാരമില്ല, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി തൊണ്ട വരളുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അന്ന് എന്റെ പിതാമഹന്റെ ഔദുൽ കൗസറിനരികെ നിങ്ങൾ വരാതിരിക്കില്ല. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ഷരങ്ങൾ ശത്രുക്കളുടെ ഹൃദയത്തിൽ ആഞ്ഞു തറക്കുകയാണ്. പൊന്നുസൈനിൻ വാക്ക് സൈന്യം കേൾക്കണേ, നിന്നെ കേട്ട് കൽബ് വേദന കൂടണേ. എങ്കിലും ഉമർ സാദ് രോഷം കൊള്ളണേ. എന്തെടോ നിങ്ങൾ മിഴിച്ചു നിൽക്കണേ. പൊന്നുസൈനിൻ വാക്ക് സൈന്യം കേൾക്കണേ, നിന്നെ കേട്ട് കൽബ് വേദന കൂടണേ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവമേറിയ വാക്കുകൾ കേട്ട് പട്ടാളക്കാർ അന്തം വിട്ടു നിന്നു. ഇത് കണ്ട് ഉമർ സാദ് കലിതുള്ളി. എന്തടോ നിങ്ങൾ മിഴിച്ചു നിൽക്കുന്നത്? ഹുസൈൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ പിന്മാറാൻ ഒരുങ്ങുകയാണോ? ഇത് യസീദ് അറിഞ്ഞാൽ നിങ്ങളുടെ തല തെറിക്കും. ഹുസൈനെ ആര് കൊന്നുവോ അയാൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനമാണ് യസീദ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആർക്കാണ് നേടാൻ ഭാഗ്യം? ഇത് കേട്ടപ്പോൾ സേനകൾക്ക് ആവേശമായി. ആ സമ്മാനം എനിക്ക് വേണം, എനിക്ക് വേണം എന്ന ആവേശത്താൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ ഒരുങ്ങി. ഇത് കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ദുൽഫുകാർ ഒന്ന് ചുടറ്റി വീശി. ഒന്ന് കുലുക്കിയാൽ ഒന്നൊന്നായി വീടുന്ന പറങ്കി മാങ്ങകൾ പോലെ ഒരുപാട് ശിരസുകൾ ആ ചുടറ്റിൽ അടർന്നു വീണു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വാൾ മിന്നൽ പിണർ പോലെ 4 ഭാഗത്തേക്കും ഒരേപോലെ ചലിച്ചു. നിമിഷ നേരം കൊണ്ട് 100 കണക്കിന് ശത്രുക്കൾ ദുൽഫുകാറിന്റെ രുചി അറിഞ്ഞു. രക്തത്തിന്റെ പുഴ ഈയെ പോലെ കടിച്ചു കീറുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വീറ് കണ്ട് ശത്രുപക്ഷത്തിന്റെ ഉള്ളുകാലി. ശത്രുനിരയിലെ പരാക്രമികളെല്ലാം ദുൽഫുകാറിന് ഇരയായി. കൂട്ടം കൂട്ടമായി വരുന്ന സർവായുധധാരികളെ ഒരൊറ്റ മനുഷ്യൻ എത്ര നേരമാണ് നേരിടുക? വയ്യ, ഇനി ഒരടി മുന്നോട്ട് നീങ്ങാൻ വയ്യ. ഒരു തുള്ളി വെള്ളം ഇറക്കിയിട്ട് ദിവസങ്ങളായി. എന്തു വന്നാലും ശരി, കുറച്ച് വെള്ളം കുടിക്കുക തന്നെ. അദ്ദേഹം തന്റെ മുന്നിൽ ഭിത്തി പോലെ നിൽക്കുന്ന ശത്രു സൈന്യങ്ങളെ അരിഞ്ഞു വീഴ്ത്തി യൂഫ്രട്ടീസിലേക്കതാ കുതിക്കുന്നു. അത് കണ്ട് ഉമർ സാദ് അമ്പരന്നു. സൈന്യങ്ങളെ,
നിങ്ങൾ എന്താണ് മിഴിച്ചു നിൽക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹുസൈനുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൻ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ നിങ്ങൾ ഒരെണ്ണത്തിനെ ബാക്കി വെക്കുമോ? ദുരിതര അമ്പുകൾ എറിയൂ. ഹുസൈൻ മരിച്ചു വീഴട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ 4 ഭാഗത്തു നിന്നും ശരമാരി പെയ്തു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയതാ തളർന്നു വീഴുന്നു. ഫാത്തിമ ബീവിയുടെ കാനി പൂമാനെ അലിയാരി തങ്ങളുടെ വാത്സല്യത്തിനെ മുത്ത് റസൂലുള്ള മടിയിൽ വെച്ച് മുത്തിമ്പ പൂവിനെ എത്ര ചുംബിച്ച് ഫാത്തിമ ബീവിയുടെ കാനി പൂമാനെ അലിയാരി തങ്ങളുടെ വാത്സല്യത്തിനെ മുത്ത് കർബലയിൽ തളർന്നു വീണപാടെ ഒരു ദുഷ്ടൻ പാഞ്ഞു വന്ന് മഹാനവറുകളുടെ വലത് കൈക്ക് വെട്ടി. ഇതോടെ അദ്ദേഹത്തിന്റെ എല്ലാ നിയന്ത്രണവും തെറ്റി. ഇതിനിടയിൽ സമർ എന്നൊരു ദുഷ്ടൻ ആ പുണ്യപൂവിന്റെ നെഞ്ചത്ത് കയറിയിരുന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടോ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ജുമുഅന്റെ സമയമാണ്. നീ എന്റെ നെഞ്ചത്ത് നിന്നൊന്ന് ഇറങ്ങി നിൽക്ക്. അവസാനമായി ഞാനൊന്ന് നിസ്കരിക്കട്ടെ. പ്രിയരെ, ആരുടെ നെഞ്ചത്താണ് ഈ സമർ കയറി നിൽക്കുന്നത്? ലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെടുത്ത് 100 മുത്തം വെച്ച ദേവി അലിയാരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഹസനെയും ഹുസൈനെയുമാണ്. ഫാത്തിമ, എവിടെ എന്റെ കുട്ടികൾ? ഇത് കേൾക്കുമ്പോഴേക്കും ഹസനും ഹുസൈനും ഓടിച്ചെന്ന് ഉപ്പൂപ്പയെ അണച്ചു കൂട്ടിപ്പിടിക്കും. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മോനെ ഭാര്യയെടുത്ത് ചുംബിക്കും. ആ പൊന്നുമോൻ ഹുസൈനാണ് സുഹൃത്തുക്കളെ ഈ കർബലയിൽ വീണ് പിടയുന്നത്. ഫാത്തിമ ബീവിയുടെ കാനി പൂമോനെ അലിയാരി തങ്ങളുടെ വാത്സല്യത്തിനെ മുത്ത് റസൂലുള്ള മടിയിൽ വെച്ച് മുത്തിമ്പ പൂവിനെ എത്ര ചുംബിച്ച്. പ്രിയരെ, യസീദിന്റെ കിങ്കരന്മാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോർക്കളത്തിലിട്ട് കാട്ടിയ ക്രൂരതകൾ കണ്ട് ലോകം കിടുകിടാ വിറക്കുകയാണ്. ചരിത്രം സുദീർഘമാണ്. ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിറകടിച്ചുയേ